ഹോളിവുഡ് സിനിമകളിലും ബോളിവുഡ് സിനിമകളിലും കണ്ടുവരുന്ന രീതികൾ ഇപ്പോൾ മലയാള സിനിമകളിലും കണ്ടുവരുന്നു എന്ന് വേണം കരുതുവാൻ. ടെക്നോളജിയിൽ എന്ന പോലെ സംസ്കാരത്തിലും വലിയൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മലയാളേതര സിനിമകളിൽ എന്ന പോലെ തന്നെ മലയാള സിനിമകളിലും പുതിയ ട്രെൻഡുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതിന് മലയാളത്തിലും ഉദാഹരണങ്ങൾ ഏറെ. മുഖസൗന്ദര്യത്തിനായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ മലയാളി നടിമാരിൽ ഭാവന, ശ്രീദേവി, കാർത്തിക, നയൻതാര, അസിൻ തുടങ്ങിയ നടിമാരാണ് മുൻനിരയിലുള്ളത്. എന്നാൽ ഇതിൽ എല്ലാ നടിമാരും പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്നുമില്ല. ശ്രീദേവി മലയാള സിനിമയിൽ 70കളിൽ നിറഞ്ഞിരുന്ന ശ്രീദേവി തമിഴും തെലുങ്കും കടന്ന ബോളിവുഡിൽ എത്തി നിൽക്കുന്നു. ശ്രീദേവിയുടെ സൗന്ദര്യത്തിനായി മൂക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തതായാണ് വാർത്ത. എന്നാൽ ഇത് ശ്രീദേവി അംഗീകരിക്കുന്നില്ല. ഭാവന നമ്മൾ എന്ന ചിത്രത്തിലൂടെ കാലുറപ്പിച്ച ഭാവന അന്നുള്ള രൂപത്തിലും ഭാവത്തിലുമല്ല ഇന്നുള്ളത്. ഇപ്പോൾ മോസ്റ്റ് മോഡേൺ രീതിയിലാണ് ഭാവനയുടെ അഭിനയവും പ്രതികരണവും. നയൻതാര മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി തമിഴക തരങ്ങ് വാഴുന്ന നയൻതാര തൻ്റെ തടി കുറയ്ക്കുവാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും തടി കുറച്ചതിന് ശേഷം നയൻതാരയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. കാർത്തിക നായർ കമ്മത്താൻ കമ്മത്ത് എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ നടിയാണ് കാർത്തിക. ഈ നടിയും മൂക്കിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് കാർത്തിക അംഗീകരിക്കുന്നില്ല. എന്നു മാത്രമല്ല തൻ്റെ മൂക്കിൻ്റെ സൗന്ദര്യത്തിൽ താൻ സന്തോഷവതിയാണ് എന്നും കാർത്തിക പറയുന്നു. അസിൻ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ അസിൻ തമിഴ് സിനിമയിലേക്കും അവിടെ നിന്ന് ബോളിവുഡിലേക്കും കടന്നു കയറുകയായിരുന്നു. മേൽചുണ്ടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് എന്നാണ് റിപ്പോർട്ട്.